എന്താ എടുക്കാതിരിക്കാൻ കാരണം? അതെ, ജെയിംസ് മാത്യുവിന്റെ ആ പങ്ക് സംബന്ധിച്ച് വിശദമായി നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത കാര്യം എന്താ? അല്ല, അതിന്റെ സംഭവം ആ സംഭവം ശ്രദ്ധിക്കുക നിങ്ങൾ. ആ സംഭവം അദ്ദേഹം ആ ടാഗോർ സ്കൂളിലെ അഡ്മിഷൻ പരീക്ഷാ നടത്തിപ്പിലൂടെ നിയന്ത്രിക്കണമെന്നത് വന്നപ്പോൾ ഇപ്പൊ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥി പ്രവേശനം നടക്കുന്നു. ആ മെറിറ്റ് എല്ലാവർക്കും പ്രവേശനം കിട്ടണമെന്ന് പറഞ്ഞതാണോ തെറ്റ്? FIR തന്നെ പറയുന്നു. FIR തന്നെ പറയുന്നു. അതെ, FIR തന്നെ പറയുന്നു. അതിനുശേഷം അത് റദ്ദായി. അന്ന് പാർട്ടി എടുത്ത നിലപാടിന്റെ ശരിമ പിന്നീട് ബോധ്യായി. PP ദിവ്യയുടെ കാര്യത്തിൽ PP ദിവ്യ ബോധപൂർവം ഒരു മരണമുണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രസംഗമല്ല. അത് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അല്ല, നടപടി എന്ന് പറയുന്നത് എന്താ? അത് അന്ന് ഉയർന്നു വന്ന പ്രശ്നമുണ്ടല്ലോ. ഒരാളുടെ ആത്മഹത്യക്ക് ഇടയാക്കിയെന്ന് മാത്രമല്ല, ഗൗരവമായ വിഷയമായിട്ട് അത് ഉയർന്നു വന്നല്ലോ സമൂഹത്തിന് മുമ്പാകെ. ജെയിംസിന്റെ പ്രശ്നത്തിൽ എന്താ? ജെയിംസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു സ്കൂളിലെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടേണ്ട പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ച അത് രണ്ടും രണ്ടാ. ഇത് പ്രസംഗത്തിൽ രണ്ടും രണ്ടാണെന്ന് പറയുന്നതിന് കാരണം, പ്രസംഗത്തിൽ PP ദിവ്യ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന പ്രസംഗം മാത്രമാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. ജെയിംസ് നടത്തിയതെന്താ? കുട്ടികൾക്കെല്ലാം വിദ്യാർത്ഥി പ്രവേശനം കിട്ടണം അവിടെ. ഇത് രണ്ട് വിഷയമാണ്. അല്ല, അതിലൊരു തർക്കമില്ല. അതിൽ അന്വേഷണം പൂർണ്ണമായി മുന്നോട്ട് പോകണം. ഇപ്പൊ തുടരന്വേഷണത്തിനൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. മാത്രമല്ല, PP ദിവ്യയുടെ പ്രശ്നത്തിൽ നിയമപരമായ എല്ലാ സാധ്യതയും തേടുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇരട്ട നീതിയേ ഇല്ലാന്ന്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ചിലരെല്ലാം തെറ്റായിട്ടൊക്കെ പോകുന്നു. അങ്ങനെ പാടില്ല. എന്താ ജെയിംസ് നടത്തിയത്? പ്രിൻസിപ്പൽ എല്ലാവരും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തക്ക നിലയിൽ പ്രവർത്തിക്കണം. സർക്കാരിൻ്റെ നയം അതാണ് PTA പറയുന്നത്. ഇത് രണ്ടും ഒന്നാകുന്നത് എങ്ങനെയാ? അല്ലാന്ന് രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? ജെയിംസ് അല്ലല്ല, ഒരേ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്നെ കേസിൽ പ്രതിയാക്കി MV രാഘവനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ ഒരു പങ്കും വഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നത്. അപ്പം രണ്ടും രണ്ട് സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളതിനെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് ഒരു FIRന്റെ സാങ്കേതികത്വത്തിൽ പിടിച്ചു നിന്നാൽ ഏടിയാവില്ല. അല്ല, FIRന്റെ കാര്യത്തിൽ പ്രസക്തിയുമുണ്ട്. മറ്റത് FIR വന്നത് തന്നെ വസ്തുതാപരമായി ശരിയല്ല. അതാ ഞാൻ പറഞ്ഞത്. എല്ലാം നടത്തിയതിന് അന്ന് തന്നെ പാർട്ടി പറയുകയും ചെയ്തതിന് ധാർമ്മികമായോ രാഷ്ട്രീയമായോ നിയമപരമായോ PK ശ്യാമള ടീച്ചർക്ക് സാജന്റെ ആത്മഹത്യയുമായി ഒരു പങ്കുമില്ല. ശത്രുവായിട്ട് പോയ ആള് പരസ്യ സംവാദത്തിന് വിളിക്കല്ലോ, അതൊരു അത്ഭുതമാണല്ലോ. ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾ പരസ്യ സംവാദത്തിന് ഞങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പോയ പോക്കിലുള്ള ഒരു അബദ്ധമായി തോന്നിയതാണോ? ആയിക്കോട്ടെ, അദ്ദേഹം പോയത് തെറ്റാണെന്ന് പറയുമോ? അദ്ദേഹം പോയതും പാർട്ടിയെ വഞ്ചിച്ചതും തെറ്റാണെന്ന് ആദ്യം പറഞ്ഞാൽ ഏത് സംവാദത്തിൽ നിന്ന് നമുക്ക് പോകാനോ? ഞാൻ പറഞ്ഞത് അതാണ്, പല്ലിൽ കുത്തി നാറ്റിക്കൽ. ഇതേ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പോയിട്ട് പാർട്ടി സഖാക്കളോട് പറഞ്ഞു, പാർട്ടി എടുത്ത തീരുമാനവും സംഘടനാപരമായ കാര്യങ്ങളും, എന്നിട്ട് കണക്കും അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു തികച്ചും ശരിയാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അദ്ദേഹം കോൺഗ്രസിൽ പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർക്ക് വിശ്വാസം വരാൻ ഇപ്പോൾ കണക്ക് തെറ്റാണെന്ന്. എൻ്റെ ഗോവിന്ദൻ മാഷേ, ഇത് വേണം. എന്തിനാണ് ഒരു മാസം മുമ്പ് പോയി പറഞ്ഞ കാര്യം ഇപ്പോൾ കോൺഗ്രസിൽ പോകാൻ വേണ്ടി
സീറ്റിന് വേണ്ടി ഈ പണിയെടുക്കുന്നത്? ഇതേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ വ്യാഖ്യാനവും ഗോവിന്ദൻ മാഷ് കോട്ട് ചെയ്യുന്നതല്ലേ? അതെ, നിങ്ങളെ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? നിങ്ങളെ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, ഇദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങളല്ലേ പോകുന്നത്. ആ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ പെരുന്നുണയാണ്. വെറുതെ പ്രചരിപ്പിക്കുക നിങ്ങൾ നുണ പറയാണ്. ഒരടിസ്ഥാനം ഇല്ലാത്തത്. തളിപ്പറമ്പിൽ നമ്മൾ ജയിക്കും, LDF ജയിക്കും. മാത്രമല്ല, ഇപ്പോൾ തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയാകെ ഒറ്റക്കെട്ടായി ഈ വർഗവഞ്ചകനെയും രാഷ്ട്രീയ വഞ്ചന കാണിച്ച ആൾക്കും എതിരായ പോരാട്ടം UDF-നെതിരായിട്ടുള്ള പോരാട്ടമായി മാറും. ഭൂരിപക്ഷവും വർദ്ധിക്കും, അതിലൊന്നും തർക്കമില്ല. ഭരണഘടനയുടെ ഒരു വകുപ്പുണ്ട്, അത് ഗോവിന്ദൻ മാഷ് വായിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ കർശനമായി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം, ജയരാജൻ തന്നെ വന്നിട്ട് അവിടെ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കും. എനിക്കറിയാം, അത് അദ്ദേഹത്തിനറിയാം. അപ്പോൾ താങ്കൾ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ട്, 13. പാർട്ടിയെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ രേഖാമൂലം വിശദീകരണവും മറ്റും പ്രസക്തമല്ല. അതില്ലാതെ തന്നെ ഉടൻ നടപടിയെടുക്കാൻ പാർട്ടി കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അതെടുത്തതാണ്. ടി കെ ഗോവിന്ദന്റെ പിന്നിൽ ടി കെ ഗോവിന്ദൻ, കുടുംബം പോലും ഇല്ല.